അത് പിശാച് ജിന്ന് ചില വാക്കുകൾ കട്ടെടുക്കുന്നതാണ്, അത് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. എന്നിട്ട് തന്റെ വലിയന്റെ ഈ ജ്യോത്സ്യന്റെ ചെവിയിൽ കൊണ്ട് കുറുകിറ മന്ത്രിച്ചു കൊടുക്കണാണ്. ഒരു ശതമാനം സത്യം ഉണ്ടാവും, 100 കളവും കൂടെ പരട്ടിയിട്ടാണ് ഈ ശൈത്താൻ ആ ജ്യോത്സ്യന്റെ ചെവിയിൽ കുറുകി കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മടവൂരിന്റെ ബുദ്ധിക്ക് പറ്റൂല്ലേ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യണ മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് ഈ ഹദീസിനെ കുറിച്ച് മടവൂരികളെ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ഹക്കാണോ? നബി പറഞ്ഞത് സത്യാണോ? ഇനി അല്ലെങ്കിൽ മടവൂരി പറ നബി പറഞ്ഞത് സത്യമല്ല, റസൂലുള്ള പറഞ്ഞത് സത്യമല്ല, അതങ്ങ് പറഞ്ഞാൽ മതി. ഇനി റസൂലുള്ള പറഞ്ഞത് സത്യമാണോ എങ്കിൽ അതാണ് മുജാഹിദീൻ പറഞ്ഞിട്ടുള്ളത്. ഇനി മുജാഹിദ് പണ്ഡിതന്മാർ, നേതാക്കന്മാർ, കഴിഞ്ഞകാല പണ്ഡിതന്മാർ അത് കണ്ടിട്ടില്ലെന്നാണോ? വ്യക്തമായി ഞങ്ങൾ സമർപ്പിച്ചു. മറ്റൊന്നല്ല, കേരള ഇസ്ലാഹി സമൂഹത്തിൽ എന്നും അറിയപ്പെട്ട വ്യക്തിത്വമായ മഹാനായ അമാനി മൗലവി, മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ 435-ാമത്തെ പേജ് അവിടെ രേഖപ്പെടുത്തിയത് കണ്ടോളൂ. എന്താ പറയുന്നത്? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിനെ കഴിയുന്നു. നിങ്ങളങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചിട്ടില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. പിശാചിന്റെ സഹായം കിട്ടും. ഗണിച്ചും അതുപോലെ തന്നെ കണക്കൂട്ടിക്ക് പറയാനിരിക്കുന്ന ജ്യോത്സ്യന്മാർക്ക് പിശാചിന്റെ സഹായം കിട്ടും, സേവിച്ചിട്ടില്ലെങ്കിൽ കൂടി കിട്ടും. ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാങ്കത്യമില്ല. അപ്പൊ പൂജ നടത്തിയിട്ടും മറ്റ് കർമ്മങ്ങൾ നടത്തിയിട്ടും സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും യാതൊരുവിധ അസാങ്കത്യവും ഇല്ല. ഇത് മുഹമ്മദ് അമാനി മൗലവി എഴുതിയതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു. രണ്ടാമത് ഇസ്ലാഹി കേരളം അത് ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? പഠിപ്പിച്ചു എന്നതിന് തെളിവാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം മുന്നിൽ വെച്ചു. മടവൂരികളെ, നിങ്ങൾക്ക് നെറിയുണ്ടെങ്കിൽ മറുപടി പറ. നിങ്ങൾ പറയുന്നത് ഹക്കാണെങ്കിൽ, ന്യായമാണെങ്കിൽ, സത്യത്തിന്റെ തുരുമ്പ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മറുപടി പറ. അതിനല്ലേ മറുപടി പറയണ്ടേ? ഇനി നാളെ വന്നിട്ട് മൊല്ലാക്ക പിന്നെയും പഴയ ക്ലിപ്പെടുത്തു. ഈ സാധുവിനെ ഏതോ ഒരു കേന്ദ്രത്തിൽ ആരോ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ട് ഇത് എവിടുന്ന് തല, ഇതിന്റെ വാല്, ഇത് മൂപ്പർക്ക് അറിയില്ല. മൂപ്പര് ഇങ്ങനെ ഹോൾസെയിൽ അടിച്ചിങ്ങനെ അടക്കുക. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, അദ്ദേഹത്തിന്റെ നിസ്സായ അവസ്ഥയാണ്. പക്ഷേ ഇത് ജനം കേൾക്കേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിയേണ്ടത് മനസ്സിലാക്കണ്ടേ. വേറെ ചില ആളുകൾ വിചാരിക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത് പറയാൻ പേടിയാണ്, ഞങ്ങൾ പറയാൻ പേടിയാണ്, ഇതൊന്നും പറയാത്ത പ്രസ്ഥാനമാണ്. വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന്റെ മുന്നിൽ അത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ശിർക്കാണോ? ഇത് ഇസ്ലാമിക വിരുദ്ധമാണോ? ഖുർആനിന് വിരുദ്ധമാണോ? സുല്ലമി പറയും ഖുർആനെതിരാണ്. അത് ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ മൗലവി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചോദിക്കൂല ഖുർആനിലെ ഹദീസ്, ഖുർആനെതിരെ തള്ളിക്കള. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പരലോകത്ത് ഒരു വിഷയം തന്നെയല്ല, അവന് തള്ളിക്കള. സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തത് ഖുർആന്റെ മാത്രമാണ്, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അവൻ അടിച്ച് തൂഫാനാക്കി കള. അമാനി മൗലവി എഴുതിയിട്ടുണ്ട് എന്ന്. അപ്പോഴോ ഇസ്ലാഹി കേരളം അത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ എഴുതിയൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോ എന്നുള്ള പ്രശ്നം നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാന്നുള്ള വല്ല പണിയുണ്ടെങ്കിൽ നമ്മളോട് പറ, അത് നമ്മൾ ചെയ്തോളാം. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിച്ചില്ല. SSF ഗ്രൂപ്പിനെതിരെ, മടവൂരിലെ SSF ഗ്രൂപ്പിനെതിരെ ഖത്തർ ഗ്രൂപ്പിനൊക്കെ എത്തുന്നുണ്ട്. അതാണ് ഇതിനകത്ത് വേറൊരു രസം. ഖത്തർ ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്. ഖത്തർ ഗ്രൂപ്പ് പറയാണ് സംഗതി ഈ പറയുന്നത് നെറികേടാ, മടവൂരുകൾ കേരളത്തിൽ കാണിക്കുന്നത് നെറികേടാണ്. പിന്നെന്താണ്? അങ്ങനെയൊക്കെ ഹദീസിലുണ്ട്.
അങ്ങനെയൊക്കെ ഹദീസ് ഉണ്ട് എന്നാ മടവൂരിൽ വിചാരിച്ച അവർക്ക് മാത്രമേ ഫോണിൻ പ്രോഗ്രാം ഒക്കെ അറിയാവൂ, നമുക്ക് അറിഞ്ഞൂടാ. അതൊക്കെ നമുക്ക് അറിയാഴിയൊന്നുമില്ല, നമുക്ക് നമ്മളത് ചെയ്യാനിട്ടാണ്. പിന്നെ നിവൃത്തി അങ്ങനെ മനുഷ്യന്മാരെ അണ്ണാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ മടിക്കണ കുറെ കോമുണ്ടല്ലോ, ആ ജാതി. അതുകൊണ്ട് തൽക്കാലം ഇതിന് ക്ഷമിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, ഈ വിഷയത്തിൽ ഖത്തർ ഗ്രൂപ്പ് എന്താ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കട്ടുകേൾവില്ലേ ജിന്നിന്റെ, അത് ഇപ്പോഴും ചെറിയ രീതിയിൽ ചെറിയൊരു തോതിൽ ഇന്ന് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നൊരു വാദമുണ്ട്. അല്ല, അതിപ്പം ആയത്തുകൾ കൊണ്ട് അങ്ങനെ ഖണ്ഡിതമായ രണ്ട് വീക്ഷണവും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് അതുണ്ടായിരുന്നു എന്നും പിന്നീട് ഇത് പൂർണ്ണമായി നിലച്ചു എന്നും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാര് പഴയ കാലത്ത് തന്നെ ഉണ്ട് സലഫികളുടെ കൂട്ടത്തില്. എന്നാൽ ചിലര് പറഞ്ഞു മറ്റേ ഹദീസ് ഉണ്ടല്ലോ, ഈ ജ്യോത്സ്യന്മാര് പറയുന്നതിൽ 1% ശരി വരുന്നതിനെ പറ്റി നബി പറഞ്ഞല്ലോ, കട്ട് കേൾക്കുന്നു എന്നിട്ട് പറയുന്നു. ആ ഹദീസിന്റെ വെളിച്ചത്തില് വളരെ നേരിയ, അതായത് പണ്ടുണ്ടായിരുന്ന അത്ര വ്യാപകമായിട്ട് എല്ലാത്ത രീതിയിൽ വളരെ ചെറിയ അളവിൽ അങ്ങനെ സംഭവിച്ചേക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിപ്പോ നമുക്ക് ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്ന് ഉറപ്പിച്ച് നിൽക്കേണ്ടതില്ല, ഈ 2 വീക്ഷണം മുമ്പുള്ളവർക്കുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല അല്ലേ സാർ? അല്ല, അതിപ്പോ വെച്ചാൽ ഇപ്പൊ ഈ ജ്യോത്സ്യന്മാർ, ഇപ്പൊ നമുക്ക് പറയാം ജ്യോത്സ്യൻ പറയുന്നത് കളവാന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടല്ലാം, പക്ഷെ എവിടെയൊക്കെയോ ഇവർ പറയുന്നതിന്റെ എന്തോ ചിലത് ശരിയാകുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ആ ശരിയാവുന്നതിനൊരു ന്യായീകരണം കൊടുക്കാൻ പറ്റാതിരുന്നാല് നമ്മൾ ഈ പറയുന്നത് വിശ്വസിക്കേണ്ട ആള്, അത് ഹിന്ദുവോ മുസ്ലിമോ ആരാവട്ടെ, അവൻ എന്താ പറയാ, നിങ്ങൾ വെറുതെ വേറുക്കൾ പറയാണെന്ന് പറയും. അപ്പൊ അതിനുള്ള വിശദീകരണമാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വാചകത്തിൽ അത് അവസാനിക്കുന്ന അർത്ഥത്തിലോട്ടല്ലതാണ്. കട്ട് കേൾക്കുന്നു, അവരതിന്റെ കൂട്ടാളികളായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അവരതിന്റെ കൂടെ കുറെ കളവുകൾ കൂടി കൂട്ടി പറയുന്നു, അതിൽ 99 കളവാകുന്നു, 1 ശരിയാവുന്നു. ഈ ശരിയായതിനെ പറ്റി മാത്രം ആളുകൾ സംസാരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നതാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. അപ്പൊ ആ വിശദീകരണം നിലനിൽക്കുന്നതിനെ കണക്കാക്കാതെ. പക്ഷെ ഇപ്പോഴും പറയുന്നത് അത് നബിയുടെ നുബുവത്തോടെ ആ ഒരു കട്ടുകൾ നിലച്ചു എന്നാണ് എപ്പോഴും പറയുന്നത്. അല്ല, അതിപ്പോ സൂറത്തുൽ ജിന്നിലായത്തില് ജിന്നുകളുടെ സംസാരം കോട്ട് ചെയ്ത് അല്ലാഹു പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് അവിടെ കേൾക്കാറുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ കേൾക്കാനിരുന്നാല് നമ്മുടെ പിന്നാലെ ഉൽക്കകൾ വന്ന് വീഴുകയാണ് എന്നൊക്കെ പറയുന്ന ആയത്തുണ്ട്. ആ ആയത്ത് മാത്രം എടുത്ത് സംസാരിച്ചാൽ ശരിക്കും അത് ഇല്ല, തീർത്തും അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജ്യോത്സ്യന്മാർ പറയുന്നത് ശരിയായതിനെ പറ്റി ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. രണ്ടും കൂടി കൂട്ടി ജമ്മ ചെയ്യാന്നല്ല പറയാ, രണ്ടും കൂടി കൂട്ടി വായിക്കുന്ന രീതി എന്താന്ന് പറഞ്ഞാല്, നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി ഇല്ലാതെ ആയി. എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പറ്റുന്നു. പിന്നെ അത്ര പറയാൻ കഴിയില്ല, അത് വലിയ ഒരു വിഷയമല്ലേ. അത്ര എന്നൊക്കെ പറഞ്ഞാൽ മതി, അനാവശ്യമായിട്ട് പറയണ നമ്മൾ പറയില്ല, അത്യാവശ്യം അത്രയൊക്കെ പറഞ്ഞാൽ മതി. ഇനി എന്താ നിങ്ങൾ പറയാനുള്ളത്? ഇനിയിപ്പോ ഖത്തർ ഗ്രൂപ്പ് തൗഹീദിനെതിരാന്ന് പറഞ്ഞ വർത്തമാനം ഉള്ളത് കൂടെ പൂട്ടേണ്ടി വരും മക്കളെ. കാണിച്ചാല് അവിടെ പണിയെടുത്ത മുഴുവൻ ആളുകളെ കഷ്ടത്തിലാക്കി ലോൺ എടുത്ത് നശിപ്പിച്ചിട്ട്. സലാസുല്ലബിയും CP ഉമറുസുല്ലബിയൊക്കെ മാറിക്കൊണ്ടുവന്ന സെൻസിങ് പോലും പറഞ്ഞു കൊലച്ചതിയാണിത്, ഈ ജാതി മനുഷ്യന്മാരെ ഇടയ്ക്കിടാക്കരുതെന്ന് പറഞ്ഞ് അത്രമാത്രം പറഞ്ഞ വർത്തമാനം നടന്നു പോണത് ഖത്തറിന്റെ ചില സഹായം ഉള്ളത് കൊണ്ടാണ്. അതിനിപ്പോ ഖത്തർ ഗ്രൂപ്പിന് തള്ളിക്കള, അപ്പോ ബാക്കി ശരിയായിക്കോളും, അതുകൂടെ നിന്ന് കിട്ടിക്കോളും. അപ്പൊ നോക്ക് നിങ്ങൾ, കൃത്യമാണ് ഇവരെവിടെ പറയണത്, അവരുടെ പറയണത്, ഇത് തമ്മിൽ എന്താ ബന്ധം? ഇത് തമ്മിൽ SSF-കാർ, നമ്മുടെ വടവൂരി SSF-കാരും ഖത്തർ ഗ്രൂപ്പുകാരും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ പറയണം. ഇവിടെ 4 ആള്, ഒരു സലാസുല്ലമി ഉണ്ടാകും, ഒരു അലിമുല്ല ഉണ്ടാകും, ഒരു മൻസൂർ അലി ചെമ്മാട് ഉണ്ടാവും, പിന്നെ ആരാ, ഒരു കരിമ്പലാക്കൽ ഉണ്ടാവും. ഈ 4 ആളുണ്ടാവും. ഈ 4 ആള് മൈക്കെട്ടിട്ട് ആയത്തിന് ഹദീസിനെ പച്ചക്ക് തള്ള. അപ്പുറത്ത് ഇങ്ങനെ പറയാ, അങ്ങനെ ചെയ്യല്ല മക്കളെ. എന്നിട്ട് വല്ല വേഷമുണ്ടോ ഇവിടെ? ഇവിടെ എന്താ ആവശ്യം എന്ന് വെച്ചാല്, തൽക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തെ എങ്ങനെ ഒന്ന് വരട്ടാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ മോശമാക്കാൻ കഴിയും, ആളുകളുടെ മുന്നിൽ തൗഹീദ് പറയുന്നതിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ എങ്ങനെ മുടക്കാൻ കഴിയും, ആ രൂപത്തിലുള്ള പണി മാത്രം ചെയ്യുക. റബ്ബിന്റെ മുന്നിൽ ഹാജരാകേണ്ടി വരും, പടച്ചവന്റെ മുന്നിൽ കൈകിട്ടിയെന്ന് മറുപടി പറയേണ്ടി വരും എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ കാര്യമായി പറഞ്ഞൊരു ആരോപണം എന്താ? കാര്യമായി പറഞ്ഞ മറ്റൊരാരോപണം അത് മറ്റൊന്നല്ല, എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തി.
അവിടെ ഈ വാദം